ഇന്ന് ഉച്ചക്കത്തെ പിന്നെ ചോറ്, പപ്പടം, മീൻകറി. അപ്പോൾ ഈ മീൻകറിയുടെ റെസിപ്പി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ, കയറി കാണണേ. 2 അയിലയുണ്ട്, 100 രൂപയ്ക്ക് മേടിച്ചിട്ട് 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2 എണ്ണം എടുത്തിപ്പോൾ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കറി വെക്കാം കേട്ടോ. അതിൻ്റെ ഇതൊക്കെ ഒന്ന് വെട്ടിക്കളയട്ടെ. കാണുന്നുണ്ടല്ലോ അല്ലേ വെട്ടണതൊക്കെ. ഞാൻ തലയെടുക്കൂല കേട്ടോ, തല കളയത് എനിക്കിഷ്ടമല്ല കണ്ണൊക്കെ എടുക്കണത്. ഞാനതൊക്കെ വെട്ടിക്കളയും. കുഞ്ഞയില നോക്കി, നല്ലതുമല്ല, കുറച്ച് പഴുത്തതാണെന്ന് അങ്ങനെ കൊണ്ടിട്ട്. പിന്നെ 3 ആഴ്ച ഞാനിവിടെ മീൻ വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കിട്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരാൾ കൊണ്ടുവന്നാണ്. ഇപ്പോൾ പുള്ളിയുടെ നിന്ന് വാങ്ങിച്ചാണ്. ഞാനങ്ങനെ ഇവിടെ കൊണ്ടുവരുന്നവരോട് വാങ്ങിക്കാറില്ല, മാർക്കറ്റിൽ പോയിട്ടാണ് വാങ്ങിക്കുന്നത് സാധാരണ. മനസ്സിലൊരു സുഖമില്ല, അതുകൊണ്ട് നമുക്ക് എങ്ങോട്ടും പോകാനും തോന്നുന്നില്ല, ഇറങ്ങാനും തോന്നുന്നില്ല. ആകപ്പാടെ ഒരു ഒറ്റപ്പെടൽ ഫീലിങ്സാണ് ഇപ്പോൾ കുറച്ചായിട്ട്. നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കഴുകാം കേട്ടോ. ഇത് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് ചേർത്ത് കഴുകാം. പണ്ടൊക്കെ നമ്മൾ കല്ലിലിട്ടായിരുന്നു പറഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ഇവിടെയൊന്നും കല്ലൊന്നും കിട്ടാനായിട്ടുമില്ല. അതുപോലെ അപ്പം പിന്നെ ഇങ്ങനെ തന്നെ ഉരച്ച് കഴുകുന്നത്. ഉള്ളിലേക്ക് കൈയൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് കഴുകി അതിൻ്റെ കറുപ്പൊക്കെ കളയണം കേട്ടോ. ഇത് മുറിക്കുന്നില്ല ഞാൻ. ഇങ്ങനെ തന്നെ എടുക്കുവാണേ. ഒന്നിങ്ങനെ വരയിലിട്ട് കൊടുക്കുന്നുള്ളൂ, എന്നിട്ട് കറി വെക്കാനായിട്ടാണ്. ചട്ടി ചൂടായിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. എണ്ണ ചൂടായി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, ഇത്ര സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയാണേ. നന്നായിട്ടൊന്ന് മൂക്കട്ടെ കേട്ടോ. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അതിനകത്തേക്കുണ്ടല്ലോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ പൊടികളൊന്നും വേണ്ട, ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുരിയട്ടെ. മുരിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മുരിയണ്ട. ഈ സവോളയൊക്കെ ഒന്നൊരു എന്താ പറയുക, സിൽക്കി ടൈപ്പ് ആകുമ്പോഴത്തേക്കും നമുക്കിതിനകത്ത് കുറച്ച് വിനാഗിരി ഇട്ട് കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ആദ്യം കഷ്ണം പെറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഈ 2 അയില വെച്ച് കൊടുക്കണേ. നമുക്കിതിനകത്ത് കുറച്ച് വിനാഗിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം.
വിനാഗിരി ഒഴിച്ച് പുളിക്ക് പകരം വേണ്ട വിനാഗിരി ഒഴിക്കുന്നത്. നമ്മളിവിടെ തിളപ്പിക്കുക എന്ന് പറയുന്നത്. ചാറൊട്ടും തന്നെ വെക്കൂല ഇതിന്. ഇനി മീൻ കഷ്ണങ്ങൾ ഇതിനകത്തോടൊന്ന് മറച്ചിട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇതിനകത്തോടൊന്ന് വേവട്ടെ. ഒപ്പം തന്നെ ഈ കഷ്ണങ്ങളൊന്ന് എന്ന് വെച്ചാൽ ഈ സവോളയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കട്ടെ. വെച്ചോണ്ട് പറയാൻ കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. വറ്റിക്കഴിയുമ്പോൾ നല്ലതായിരിക്കും കറി. അപ്പോഴത്തേക്കും എന്താ ചേച്ചി വെച്ചിട്ട് ചേച്ചി തന്നെ നല്ലതാണെന്ന് പറയുന്നത്. അല്ല, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഒരുവിധമൊക്കെ എനിക്ക് വെക്കാനായിട്ട് അറിയാം കേട്ടോ. അപ്പം അതുകൊണ്ടാണ്. ഇപ്പുറത്ത് അടപ്പ് കത്തിച്ചിട്ട് പപ്പടം വറുക്കാം. അപ്പോൾ ഇന്ന് മീൻ വറുത്തതും മീൻ കറിയും പപ്പടവും തൈരുണ്ട്. തൈര് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടി ആകുമ്പോഴത്തെ ഇന്നത്തെ ഉച്ചക്കത്തെ കറി. അപ്പം ചട്ടി ചൂടാവട്ടെ. ചട്ടി ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് പപ്പടം വറുക്കാവേ. എണ്ണ ചൂടായിട്ടുണ്ട്. ചോദിച്ചു പപ്പടം വറുക്കണമൊക്കെ എന്തിനാണ് കാണിക്കണമെന്ന് ചോദിക്കേ. വേറൊന്നും ഇല്ലല്ലോ കാണിക്കാൻ. പപ്പടം വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി മീൻ തിളക്കട്ടെ. മീനൊന്ന് വറ്റട്ടെ. മീനിൻ്റെ അവസ്ഥ ഇതാണ്. ഒന്നും കൂടെ വറ്റാനായിട്ടുണ്ട്. പപ്പടം വറുത്തു. മീൻ കറി അടപ്പത്തുണ്ട്. പിന്നെതാ നാളത്തേക്കുള്ള ഇഡ്ഡലിക്ക് ആട്ടാനിട്ടിട്ടുണ്ട്. ഉഴുന്നും പച്ചരിയും കൂടെ. പിന്നെ ചോറടച്ചിട്ടിട്ടുണ്ട്. കണ്ടോ. പിന്നത്തെ ഉച്ചയ്ക്കത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഈ മീൻ കറിയും കൂടി ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ പരിപാടി ക്ലോസ്. അതിൽ തിളപ്പിച്ചതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണിത്. കഴിഞ്ഞു. ഇനി ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്ത് മൂടി വെക്കുകയാണ്. പിന്നെ നമുക്ക് ഉണ്ണാൻ നേരത്ത് കാണാം കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.